ഹായ് ഹലോ, ദിസ് ഇസ് രശ്മി ഹിയർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ആക്ച്വലി ഇന്നത്തെ വീഡിയോ ഒരു 2 days ആയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. കാരണം എനിക്ക് എനിക്കൊരു പ്രോഗ്രാമുണ്ട്. അപ്പം അതിൻ്റെ എൻ്റെ 2024 ഫസ്റ്റ് പ്രോഗ്രാമാണ്. സോ അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസ്, എന്താ പറയുക, പ്രാക്ടീസ് സെഷൻസ്, പിന്നെ മേക്കപ്പ് എല്ലാം ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേയായി ഞാൻ വിചാരിക്കുന്നു ഇങ്ങനൊരു സംഭവം ചെയ്യണമെന്ന്, പക്ഷേ ചെയ്യാൻ പറ്റിയില്ല. സോ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ചെയ്യാം. സോ മെയിനായിട്ട് ഇത് ഞാൻ ഇന്നും നാളെ ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പം ആ പ്രോഗ്രാം കഴിഞ്ഞ് എഡിറ്റൊക്കെ ചെയ്ത് എന്നിട്ടൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുള്ളൂ. സോ മേ ബി ഒരു 2 ദിവസത്തിനുള്ളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പം ലെറ്റ്സ് ഗോ. ഹലോ ഗായ്സ്, അപ്പം ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഇത് ഞാൻ ചിലപ്പോൾ 2 വീഡിയോ ആയിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അല്ല, 2 days ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ പോസ്റ്റ് ചെയ്യുന്നത് പ്രോഗ്രാം കഴിഞ്ഞിട്ടായിരിക്കും. സോ നിങ്ങളുടെ ഇൻഫർമേഷൻ, ദിസ് ഇസ് അമയ. ഇതെൻ്റെ ജൂനിയർ ആയിരുന്നു എൻ്റെ സ്കൂളിൽ, ഭാരത് മാതയിൽ. ദിസ് ഇസ് അഹല്യ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കണ്ടിട്ടുണ്ടല്ലോ. ഇവള് എൻ്റെ കൂടെയാണ് പഠിക്കുന്നത്. പിന്നെ ഇനി ഒരാളും കൂടെ വരാനുണ്ട്, അവൾ ഓൺ ദ വേ ആണ്. സോ ഞങ്ങളിപ്പം ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസ് സെഷൻ ഇവളുടെ കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ഗ്രൂപ്പ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഞാൻ താഴെയാണ് ഇരിക്കുന്നത്. സോ അമ്മ പ്ലീസ്. അപ്പോൾ ഞങ്ങളിനി ഞങ്ങളുടെ ഗ്രൂപ്പ് പ്രാക്ടീസ് ചെയ്യണം. എൻ്റെ ഇൻഡിവിജ്വൽ ഞാൻ പിന്നെ പോലും നോക്കിയിട്ടില്ല, തൊട്ട് പോലും ഞാൻ നോക്കിയില്ല. തൊട്ട് നോക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇന്നെല്ലാം ഫൈനൽ പ്രാക്ടീസ് ആയിരിക്കും. വൈകുന്നേരം ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ് പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്താ പറയുക, അവിടെ എൻ്റെ ഗുരുവിൻ്റെ മോളും ഉണ്ട്. അപ്പം അവളും കൂടെ ഉണ്ട്. അപ്പം അവളും കൂടെ ചേർന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രാക്ടീസ് സെഷൻ. ഈ പ്രാക്ടീസ് സെഷൻ്റെ വീഡിയോ ഉടനെ കാണുന്നതായിരിക്കും നിങ്ങൾ. ഓട്ടോ കയറിയിട്ടുണ്ട് ആ കുട്ടി, അതാണ് മെസ്സേജ് വന്നത്. സോ അവള് വരും. നിങ്ങളൊക്കെ എന്തൊന്നും മിണ്ടാതെ, കമോൺ എന്തെങ്കിലും പറയൂ. അതെ. അപ്പൊ ഞങ്ങൾ നാളെ ഞങ്ങളുടെ പ്രോഗ്രാം വന്നിട്ട് വൈകുന്നേരം 5:30 വൈകുന്നേരം ഞാനിത് പോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ്. സോ നിങ്ങൾ എല്ലാവരും പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടെ എത്തേണ്ടതാണെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഞാൻ പോസ്റ്റ് ചെയ്യുന്നേ ശരിയാണ്. അപ്പൊ വിവരം ഉണ്ടെന്ന് മനസ്സിലായില്ലേ, നല്ല പോലെ. അതാണ്. പിന്നെ വേറെന്താ, അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയല്ല. പ്രാക്ടീസ് ചെയ്ത് മടുത്തതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് കൊച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വൈകുന്നേരം പോയിട്ട് അവിടെയുള്ള അമ്മേനെയും കൂടെ വിളിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഒരു അമ്മയാണ് ഇരിക്കുന്നത്. പിന്നെ മീനു ഓൺ ദ വേ ആണ്. മിസ്റ്റർ മുരളി, ഓക്കെ, ഇത് കട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രാക്ടീസ് സെഷനിലൂടെ കിടക്കുമ്പോൾ ബാക്കി വീഡിയോയിൽ കാണുന്നതാണ്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മീനു വന്നായിരുന്നു. അപ്പോൾ അവളും ചേർന്നാണ് പ്രാക്ടീസ് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് അധികം പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം ഓരോരുത്തരും ഓരോ സ്ഥലത്തായിരുന്നു. ഞാൻ നാട്ടിൽ വന്ന് ആകെ എൻ്റെ അടുത്തെന്ന് പറയാൻ ആകെ 3 പേരായിരുന്നു. സോ ഞങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വന്നായിരുന്നു. ഇനിയിപ്പോൾ ഡാൻസ് ക്ലാസ് പോയിട്ട് വേണം ഞങ്ങൾക്ക് ബാക്കി പ്രാക്ടീസ് ചെയ്യാൻ. അതാണ് ഞങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹായ് ഗായ്സ്, അപ്പം ഞാൻ പറഞ്ഞില്ലേ, മീനു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വന്നു. ഞങ്ങൾ 3 വട്ടം ഞങ്ങൾ പ്രാക്ടീസ് കഴിഞ്ഞു എന്ന് ഞങ്ങൾ പറയപ്പെടുന്നു. ആക്ച്വലി ക്ലിയർ ആയിട്ട് ഞങ്ങളൊരു പ്രാക്ടീസ് നടന്നില്ല. ഇനി അത് വൈകുന്നേരം ഒരു കൊച്ചും കൂടെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ട് വേണം ഞാൻ പറഞ്ഞില്ലേ, ഗുരുവിൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ അവിടെ നിന്നാണ് ബാക്കി പ്രാക്ടീസ്. അപ്പം അവിടെ പോയിട്ട് ബാക്കി പ്രാക്ടീസ് കാണുന്നതായിരിക്കും. ഇവിടെയൊക്കെ കണ്ടു ഒരു കുട്ടി വിശന്ന്, പാവം വിശന്നിരിക്കുക. പ്രാക്ടീസ് ചെയ്തതിന്റെ സൈഡ് എഫക്ട്സ് ആണ്.
എന്റെ മുഖമൊക്കെ കണ്ടില്ല, പൊട്ടൊക്കെ തെറിച്ചു പോയി ഗായ്സ്. ഇവിടെ ഒരുത്തി ഏതോ ലോകത്താണ്, എനിക്കറിയില്ല. രാവിലെ വന്നപ്പോ മുതല് എന്താന്നറിയില്ല, കിളി പോയിരിക്കുകയാണ് അവളുടെ. അങ്ങനെ ഇവിടെ ഒരുത്തി വന്നപ്പോ മുതൽ തീറ്റയാണ്, കാരണം രാവിലെ മുതലൊന്നും തിന്നിട്ടില്ല. 5 മണിക്ക് കയറിയതാ കൊച്ച്. പിന്നെ ഞങ്ങൾ ഇനി പ്രാക്ടീസ് കഴിഞ്ഞു ഗൈസ്, ഇനി ഫുഡ് കഴിക്കണം. അതാണ് ഞങ്ങളുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ്, ഭോജനം. അതില്ലാതൊന്നുമില്ല. സോ ഫുഡ് കഴിക്കണം. പിന്നെ ഞങ്ങൾ ഡാൻസ് ക്ലാസ് പോയി പ്രാക്ടീസിന് പോവും. അവിടുന്ന് പ്രാക്ടീസ് ചെയ്യും, അവിടെ പോയി ചെയ്യും. നമുക്ക് ആ ഒരു സ്പിരിറ്റ് വരും. പിന്നെ അവിടെ പോയി നമ്മൾ ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. അപ്പം നമുക്ക് അതൊക്കെ ഇനി കാണേണ്ടിയിരിക്കുന്നു ഗൈസ്. എനിക്ക് വയ്യ, മൂടില്ല. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി തിന്നാൻ പോണം. സമയമായി ഗൈസ്. അത് വിശന്നതിന്റെ ഒരു എല്ലുകുത്തലാണ് അവിടെ കണ്ടത്. ശരി, അപ്പം അമ്മച്ചു പറഞ്ഞോളൂ. ടാറ്റാ, ബൈ. അങ്ങനെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റാണ് നമ്മൾ ഡാൻസ് ക്ലാസ് പോവായിരുന്നു. പോകുന്ന സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. എൻ്റെ ഭഗവാനെ 39 ഡിഗ്രി ആയിരുന്നു ഗൈസ്, ചൂട് 39 ഡിഗ്രി. ഞാൻ ഉരുകുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഓട്ടോയിലിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓട്ടോ ഒന്ന് ഹമ്പ് ചാടിയപ്പോൾ ഞാൻ പേടിച്ചാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എനിക്ക് തന്നെ ഓർമ്മയില്ല അതെന്താ ഞാൻ പറഞ്ഞതെന്ന്. സോ ഇനി നമ്മൾ ഡാൻസ് ക്ലാസ് എത്തി, പ്രാക്ടീസ് ചെയ്യണം. ഹലോ ഗായ്സ്, അപ്പം ഞാനിവിടെ എൻ്റെ മാഷിൻ്റെ വീട്ടിലെത്തി. ഇതാണ് മാഷിൻ്റെ മോള്. ഇതാണ് അടുത്ത അമ്മയ ഞാൻ പറഞ്ഞത്. ദിസ് ഇസ് അമയാറ്റ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. ഇനി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും. ഇനി പ്രോഗ്രാമിൻ്റെ പ്രിപ്പറേഷനാണ്. നാളെ ഞങ്ങൾക്ക് ഉച്ചയാകുമ്പോഴത്തേനും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എനിക്കറിയില്ല എത്ര മണിക്കാണെന്നൊന്നും. അപ്പോൾ മേക്കപ്പിന് മുന്നേ ഞങ്ങൾ ജസ്റ്റ് ചിലപ്പം ഓണായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നല്ലാതെ ഇനിയൊരു പ്രാക്ടീസ് ഉണ്ടാവില്ല. സോ ദിസ് ഇസ് ആർ ഫൈനൽ പ്രാക്ടീസ് അല്ലേ ഗൈസ്? അതെ, യെസ്. സോ ഇത് ഫൈനൽ പ്രാക്ടീസ് ആണ്. അത് വൃത്തിക്ക് നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഫൈനൽ പ്രാക്ടീസ്. ലൈക്ക് ഞങ്ങൾ ഗ്രൂപ്പ് ഒന്നിച്ച് ചെയ്യുന്നത് വൃത്തിയായി ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. ലൈക്ക് തെറ്റിയ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഒരു വ്യഗ്രതയിലാണ് ഞങ്ങൾ അത്രയും കഠിനമായി പ്രാക്ടീസ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ചെറിയൊരു കൺഫ്യൂഷൻസ് ഒക്കെ വന്നു. അപ്പോൾ ആ ഒരു ഇടയിൽ നിർത്തലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും ഞങ്ങൾ ഏകദേശം ചെയ്ത് സെറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ വൃത്തിയായി ചെയ്ത് കഴിഞ്ഞു. പ്രാക്ടീസ് ചെയ്ത് മരിച്ചു. ഇതെല്ലാം ഫൈനൽ പ്രാക്ടീസ്. ഇനിയും 2 വട്ടം ചെയ്തായിരുന്നു ഗൈസ്. അപ്പം ഞങ്ങൾ പ്രാക്ടീസ് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ തളർന്നു പടിയിരുന്നു. ഇനി വേറെ തൊട്ടേണ്ട കണ്ടില്ലേ. ഇനിയിപ്പം ഞങ്ങൾ അടുത്തത് ബാക്കിൽ ഒരുത്തേക്ക് തീരെ വയ്യ. രാവിലെ 5 മണിക്ക് വന്നാണ്. ഇനി പോയി കുളിക്കണം. ആ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഉറങ്ങണം, തിന്നണം. അതുകൊണ്ട് ആ ഭോജനം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. സോ ഫോർ നോട്ട് ഓൺലി ഫോർ മീ, ഫോർ എവ്രി വൺ. യാ. സോ ഞങ്ങൾ ഇനി പ്രാക്ടീസ് കഴിഞ്ഞു. ഇന്നത്തോടെ നമ്മളുടെ ഫൈനൽ പ്രാക്ടീസിനൊരു ഫിനിഷിംഗ് ലൈൻ ഞങ്ങൾ ഇട്ടിരിക്കുകയാണ്. തെറ്റിച്ചായിരുന്നു, പക്ഷെ ഞങ്ങൾ വി മാനേജ്ഡ് ഇറ്റ് സംഹൗ. പിന്നെ ഇനി ഞങ്ങൾ നാളെ ഞങ്ങളുടെ രാവിലെ ഇൻഡിവിജ്വൽ ഐറ്റംസ് ചിലപ്പോൾ നോക്കുമായിരിക്കും. രാവിലത്തെ വീഡിയോ ഞാൻ ചിലപ്പോഴേ എടുക്കുള്ളൂ, ഞാൻ പൊന്തിയാൽ മാത്രം. അതുകൊണ്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ രാവിലെ ആയിരിക്കും ഞാൻ ഉറങ്ങുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ മിക്കവാറും നാളെ പ്രോഗ്രാമിന് പോകുന്നത് മുതലാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ പ്രോഗ്രാമിന് കാണാൻ ഗൈസ്. അപ്പം ടാറ്റാ, എല്ലാവരും കാണേണ്ടതാണ്. ഹലോ ഗായ്സ്, അപ്പം ഞാനിപ്പം പ്രോഗ്രാമിന് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഞാൻ കുളിച്ച് റെഡിയായി. ഇനിയിപ്പം പ്രോഗ്രാമിന് പോകണം. പ്രോഗ്രാം വന്നിട്ട് ഒരു 5:30 ആകുമ്പോൾ ഷാർപ്പ് തുടങ്ങും. അപ്പം മേക്കപ്പിന് പോവാണ്. അപ്പോൾ കുളിച്ച് റെഡിയായി. രാവിലെ ആകെ തിരക്കായിരുന്നു, പാട്ടും പ്രാക്ടീസും അങ്ങനെ ഫുൾ ചെക്കിങ് ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കുളിച്ചു റെഡിയായി. ഇനിയിപ്പോൾ അമ്പലത്തിലേക്കൊക്കെ പോകണം. അമ്പലത്തിൽ പോയി ബാക്കി മേക്കപ്പൊക്കെ ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ട് ഗൈസ്. ഇതൊക്കെയുള്ളൂ.
അങ്ങനെ നമ്മൾ അമ്പലമെത്തി. പിന്നെ ഇപ്പം ഞാൻ മേക്കപ്പ് ചെയ്യണ റൂമിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ, എൻ്റെ സൺ ഗ്ലോ ശ്രദ്ധിക്കാതെ വിടരുത്. ഇങ്ങനെ അമ്മയെ അവിടെ ഓൾറെഡി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വരാൻ ഇച്ചിരി ലേറ്റായി. ലൈക്ക് ഓട്ടോ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല, സൺഡേ ആയതുകൊണ്ട്. ലൈക്ക് കുറച്ച് കൊണ്ടുവരാനുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതീക്ഷേട്ടൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മയ്ക്ക്. അങ്ങനെ അമ്മയ കാര്യമായിട്ട് ഇരുന്ന് പകുതി ഉറക്കത്തിൽ പകുതി മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ നമ്മൾ അടുത്തത് കുറേ പേര് അങ്ങനെ ചെയ്യണം. എനിക്കെപ്പോഴും ആദ്യം മേക്കപ്പ് ചെയ്യാൻ ഇരിക്കാനൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇരിക്കാറ്. പക്ഷേ എൻ്റെ അമ്മ എന്നെ വഴക്ക് പറയും എപ്പോഴും മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാനിരിക്കുന്നതിന്. പക്ഷേ എനിക്ക് ലാസ്റ്റ് ചെയ്യാനാണ് കൈസ് ഇഷ്ടം. മിക്കവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോഴാണ് ഞാൻ ഗ്രീൻ റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് കണ്ട മിററിൽ കയറി ചുമ്മാ ഇങ്ങനെ ഡാൻസ് കളിച്ച് ഒരു കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്യാൻ വിളിച്ചു. അതിനു മുന്നേ ഞാനൊന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ ഇത് കഴിഞ്ഞൊരു ട്രാൻസിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ട്രാൻസിഷൻ നടക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് ലെറ്റ്സ് ട്രൈ. ബൈ. ഓൾമോസ്റ്റ് ഇവിടെ എല്ലാവരും റെഡിയാവാൻ തുടങ്ങി. ഇത് മീനും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ കഴിയുന്നേ ഉള്ളൂ. പിന്നെ ഒരാൾ മുടി കെട്ടാൻ തുടങ്ങി. ഒരാളുടെ മുഖം ചെയ്ത് കഴിഞ്ഞു, ഒരാൾ മുടി കെട്ടാൻ തുടങ്ങി. ഇപ്പം അമ്മയ മുടി കെട്ടി ഓർണമെൻറ്റ്സ് വയ്ക്കുകയാണ്. അപ്പം ഓർണമെൻറ്റ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പഴയ സ്കൂളത്തെ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മയുടെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു എൻ്റെ സ്കൂളിലെ. അപ്പോൾ മാലി ടീച്ചർ എന്നെക്കുറിച്ചും അമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്സിലിരിക്കാറില്ല, ഞങ്ങൾ ക്ലാസ്സിലേ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് ബുക്ക് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കലോത്സവം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കാറില്ല. എല്ലാവിടെയും തെണ്ടി തിരിഞ്ഞ് പ്രാക്ടീസ് എപ്പോഴേലും ക്ലാസ്സിൽ കയറിയാലായി. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഹല്യയുടെ അമ്മ വന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫേസ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് എൻ്റെ ഫേസ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടും ഫേസ് ചെയ്ത ശേഷം ഞാൻ അവിടെ തല കെട്ടാനിരുന്നു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, എൻ്റെ ലാഷ് വെച്ചത് ഇളകി വന്നു എന്ന്. അങ്ങനെ ഞാൻ ലാഷ് വെക്കാൻ വേണ്ടി പ്രതീക്ഷേട്ടനോട് പറഞ്ഞു. ഹലോ ഗൈസ്, അഹല്യ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അഹല്യയുടെ അമ്മ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഓരോരുത്തരായി സെറ്റിലായിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നമ്മളുടെ തലയെല്ലാം കെട്ടണം. എനിക്കിത് കഴിഞ്ഞൊരു ഡ്രസ് ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് അധികം തല ഭയങ്കര വൃത്തിക്ക് ലൈക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടുമല്ലോ, അതുപോലെ ഒരുപാട് ടൈറ്റ് ചെയ്യാതെ കെട്ടാനാണ് നോക്കുന്നത്. ഇപ്പം കാരണം പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ഉള്ളതുകൊണ്ട് അങ്ങനെ ടീച്ചർ എന്നെ നോക്കുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് റെഡി ആവണം. കാരണം അപ്പം തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3:30 ആയി ഞങ്ങൾ റെഡി ആകുമ്പോൾ. ആക്ച്വലി 5:30 പ്രോഗ്രാം. ഞങ്ങൾ മാക്സിമം ഡിലേ ആവാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം മാസ്റ്റർ മോള് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മാഷ്ക്ക് വേറൊരു 2 ഷെഡ്യൂൾഡ് ക്ലാസ്സസ് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് മാസ്റ്റർ മോള് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ അമ്മയ്ക്ക് ബോറടിച്ചു തുടങ്ങി. ഇങ്ങനെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് വെക്കുന്ന ഈ ചടങ്ങിലോട്ടെത്തി ഗൈസ്. എനിക്കാണ് ഈ കമ്മലിടുമ്പോഴുള്ള വേദന പോലെ വേറെ ഒന്നുമില്ല. എനിക്ക് ഈ കമ്മലിട്ട് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് എൻ്റെ കാതിൽ കമ്മൽ പോയിട്ട് ഒന്നും ഇടാൻ പറ്റില്ല. അത്ര പെയിനായിരിക്കും എനിക്ക് ടെമ്പിൾ ഓർണമെൻറ്റ്സ് വെക്കുന്ന സമയത്ത്. അങ്ങനെ ഞാൻ മാഷോട് പറയുന്നുണ്ട് നല്ല പയ്യെ ഇടാൻ വേണ്ടി മാക്സിമം പറയുന്നുണ്ട്. പക്ഷേ എന്തോ ചെയ്യാൻ, നമ്മൾ കളിക്കുമ്പോൾ അതൊന്നും ഊരിത്തെറിക്കാൻ പറ്റില്ലല്ലോ. എസ്പെഷ്യലി ടെമ്പിൾ ഓർണമെൻറ്റ്സ് ആണ്, നിങ്ങൾക്ക് അറിയാം, എക്സ്പെൻസീവാണ്. താഴെ വീണ കല്ല് പോയാൽ പിന്നെ നമ്മളത് തിരിച്ചയക്കണം, അത് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ ഞാൻ മാക്സിമം മാഷോട് പറഞ്ഞത് ലൂസാക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് ചിലവർക്ക്, എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പിള്ളേർക്കും ടെമ്പിൾ ഓർണമെൻറ്റ്സ് കമ്മലിടുന്ന സമയത്ത് പെയിൻ ഉണ്ടാവും എന്ന്. കാരണം ആ തിരിവ്, നമ്മൾ ആ ബാക്കിലുള്ള തിരിവ് ഇടുമ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മൾ ഗോൾഡൊക്കെ ഇടുമ്പോഴോ അതൊന്നും ഇടുമ്പോൾ എനിക്ക് പെയിൻ വരാറില്ല. പക്ഷെ ഇത് ഇടുമ്പോൾ മാത്രം എനിക്ക് എന്താണെന്നറിയില്ല, നല്ല പെയിനാണ് ഗൈസ്. അത്യാവശ്യം നല്ല രീതിക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ് അതുപോലെ എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണ് ഈ തലയിൽ സ്ലൈഡ് വെക്കുന്ന പണി. സ്ലൈഡ് നമ്മളുടെ തലയിൽ കുത്തിക്കയറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന, ഓ മൈ ഗോഷ്, അതെനിക്ക് ഇഷ്ടമല്ലാത്തൊരു വേദനയാണ്. അങ്ങനെ നമ്മളുടെ
ഏറെക്കുറെ റെഡിയായി കഴിയാനായി. ഞാൻ എൻ്റെ ഹെഡ്സെറ്റും കാര്യങ്ങളും കഴിഞ്ഞ് ഇനി ഇത് കഴിഞ്ഞ് എനിക്ക് ഡ്രസ്സ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് കാണാവുന്നതാണ് ഗൈസ്. ഹിയാ അപ്പോൾ നമ്മൾ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ റെഡിയായിട്ട് ഞാൻ കണ്ണാടി നോക്കിയില്ല, ഞാൻ നേരെ വീഡിയോ ആണ് എടുത്തത്. ഇനിയിപ്പം എനിക്ക് വൃത്തിയായി. ഇനി ലിപ്സ്റ്റിക്ക് മാത്രമാണ്. ലിപ്സ്റ്റിക്ക് നമ്മളെപ്പോഴും ലാസ്റ്റ് ഇടുള്ളൂ. സോ നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ് ലിപ്സ്റ്റിക്ക് ഇടുക. ഇനിയിപ്പം ബാക്കിയെല്ലാം റെഡിയായി. അപ്പോൾ ഞാൻ ഇനി ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇടണം. അപ്പം എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ മോളെ വേഗം ഒരുക്കി. പ്രതീക്ഷേട്ടൻ വേഗം ഇപ്പോൾ തല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എല്ലാവരും ഇവിടെ നോക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഗുരു, ഡോക്ടർ ശ്രീ പുത്തൂർ പ്രമോദാസ് സാറുടെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ മാഷിപ്പോൾ അവളിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുള്ളി അവളെ ഒരുക്കുമ്പോൾ ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. എൻ്റെ ഒരുങ്ങി കഴിഞ്ഞു. ആക്ച്വലി എനിക്കിനി ലിപ്സ്റ്റിക്കും അൾട്ടയും കൂടെ ഇട്ടാൽ എൻ്റെ കഴിഞ്ഞു. ബാക്കിയെല്ലാം എൻ്റെ റെഡിയായി. പൂ തലയിൽ വെക്കണം. പൂ വെച്ചുകൊണ്ടിരിക്കുക. അല്ല, എൻ്റെ പൂ വെച്ച് കഴിഞ്ഞു ഗൈസ്. എൻ്റെ ഇനി വേറെ ഒന്നുമില്ല ചെയ്യാനിപ്പോൾ. അത്യാവശ്യം എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അമ്മയുടെ അനിയൻ. അവൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം ഇതെൻ്റെ അമ്മയും അഹല്യയുടെ അമ്മയും എന്തൊക്കെയോ അവിടെ ഇരുന്ന് പ്ലാനിങ്ങിലാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേജിലോട്ട് കയറാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് റെഡിയായി. എല്ലാവരും ഒന്നിച്ച് റെഡിയായി നിന്ന് ഞങ്ങൾ നിൽക്കുമായിരുന്നു. ഇനിയിപ്പോൾ സ്റ്റേജിൽ അനൗൺസ്മെൻറ്റ് എൻ്റെ മാഷാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ സ്റ്റേജിൽ കയറാൻ പോവുകയാണ്. ഇനി സ്റ്റേജ് കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണുന്നതായിരിക്കും. ഓ മൈ ഗാഷ്, ബൈ ഗായ്സ്, ടാറ്റാ. അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൽ കയറി. ഫസ്റ്റ് പുഷ്പാഞ്ജലി വെച്ച് തുടങ്ങി. ഇത് ഞങ്ങൾ നേരത്തെ ഒരു കോളേജിൻ്റെ ഒരു പ്രോഗ്രാമിന് പഠിച്ചതാണ്. സോ അതെല്ലാവർക്കും പഠിപ്പിച്ചു. പിന്നെ ഞാൻ എൻ്റെ സോളോയും ഒക്കെയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ ഡാൻസ് എൻ്റെ സോളോ കുച്ചിപ്പുടിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 3 ഐറ്റം ഒന്നിച്ചാണ് കളിച്ച ഗൈസ്, അടുപ്പിച്ച്. ആണല്ലേ ഗായ്സ്, ഞാൻ വീടെത്തിയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഗുഡ് നൈറ്റ്. അങ്ങനെ പ്രതീക്ഷയുടെ വേഗം ധൃതി പിടിച്ച് ഞങ്ങളുടെ എല്ലാം ഓർണമെൻറ്റ്സ് എല്ലാം ഊരി തന്ന് പുള്ളി വേഗം സ്ഥലം വിട്ടു. പിന്നെ ഞങ്ങൾക്ക് എനർജി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു ഓറഞ്ച് സോഡ കുടിക്കാനുള്ള കൊതിയിൽ ഞങ്ങൾ പോയതാണ്. അവിടുത്തെ ഫേമസ് വടക്കന്തരയുടെ മുന്നിലൊരു ആൻറ്റിയുടെ കടയുണ്ട്, കുറേ കാലമായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഓറഞ്ച് സോഡ കുടിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഓറഞ്ച് സോഡ കുടിച്ച് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുവാണ് ഗൈസ്. ഇപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം ഓർഡർ പറഞ്ഞിട്ട്. ഞാൻ സോഡ സർബത്താണ് പറഞ്ഞത്, ഇവർ ഓറഞ്ച് സോഡയാണ് പറഞ്ഞു. അങ്ങനെ ചേച്ചി അവിടെ തപ്പുമായിരുന്നു, നാരങ്ങയൊക്കെ ഇവിടെ വെച്ച് തന്നു പാവം. അങ്ങനെ ഞങ്ങൾ ഓറഞ്ച് സോഡ പറഞ്ഞു. അപ്പോൾ അവരത് അവിടെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് കുടിച്ച് ആസ്വദിക്കുകയാണ് ഗൈസ്. മറന്ന് പോയി, കാരണം ഞങ്ങൾ അത്രയും ടയേർഡായിരുന്നു. ഞാനാണെങ്കിൽ 4 ഐറ്റമാണ് കളിച്ചത്. 3 കണ്ടിന്യൂസ് കളിച്ചു. ഒരെണ്ണം അവസാനമായതുകൊണ്ട് ഇച്ചിരി കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ എൻ്റെ അനിയൻ സൈഡിൽ കൂടെ അവൻ വിചാരിച്ച് വരത്തില്ല. അവസാനം അവൻ വീഡിയോയിൽ വന്നു. അവന് നാണമാണ് ഗൈസ് ഇതൊക്കെ. ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇപ്പം വീട്ടിലോട്ട് എത്തി. ഞാൻ നേരെ കുളിക്കാനാണ് പോയത്, കാരണം എനിക്ക് തലയിലൊക്കെ ജെല്ലിട്ടിട്ട് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. സോ ഞാൻ നേരെ കുളിക്കാൻ പോയി, കുളിച്ചു. ഇപ്പോൾ ഇത് ഫ്രഷായി, എൻ്റെ മുഖത്തെ മേക്കപ്പ് എല്ലാം കളഞ്ഞു. ഇത് പോകാൻ 2-3 ദിവസം എടുക്കും. സോ നല്ല ഫ്രഷായി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഇപ്പം എന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം.
ടാറ്റ ഗുഡ് നൈറ്റ്. ടാറ്റ ബൈ ഗുഡ് നൈറ്റ്. നല്ല ക്ഷീണമായിരുന്നു, നല്ല പ്രോഗ്രാം ആയിരുന്നു എന്ന് പറഞ്ഞു കണ്ടവരൊക്കെ, വളരെയധികം സന്തോഷം. പിന്നെ അങ്ങനെ എനിക്ക് എന്തായിരുന്നു ഇതിങ്ങനെ ഒരു മെമ്മറി ആക്കി എടുത്തു വെക്കണം എന്ന് വെച്ചാൽ, കാരണം ഞാൻ 5 വർഷത്തിന് ശേഷം വീണ്ടും അമ്പല പരിപാടിയിൽ കളിച്ചതാണ്. 5 വർഷത്തിന് ശേഷം എന്ന് മാത്രമല്ല, ഒരു 5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ വീണ്ടും ഒരു ലൈക്ക് എന്താ പറയുക, വീണ്ടും ഒരു പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ എല്ലാവരും ഒത്തൊക്കെ ചെയ്യുന്നത് ഒരു 5 വർഷത്തിന് ശേഷമാണ്. അതുകൊണ്ടാണ് എനിക്കിത്രയും ഒരു ഹാപ്പി മൊമെൻറ്റ്. പിന്നെന്താ, അതുകൊണ്ടാണിത്. പിന്നെ എൻ്റെ ന്യൂ ഇയറിലെ ഫസ്റ്റ് പ്രോഗ്രാമാണിത്. ഞാൻ കുറേ പ്രോഗ്രാംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇതാണ് ചെയ്യാൻ പറ്റിയത്. സോ ഫസ്റ്റ് എൻ്റെ പ്രോഗ്രാം എൻ്റെ അടിമക്കാവാണ് വടക്കന്തറ ടെമ്പിൾ. സോ അവിടെ തന്നെ കളിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം. സോ അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും ഇങ്ങനെ വീഡിയോ എടുത്ത് ഇടാം എന്നൊക്കെ പറഞ്ഞൊരു പ്ലാനിലെത്തിയത്. സോ അപ്പം അതൊക്കെ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇപ്പം എല്ലാവരും വീട്ടിലോട്ട് പോയി. മീനു മാത്രമാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. ഞാനും അവളും നാളെ രാത്രി തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോവും. പിന്നെ ഇനിയെല്ലാം നമുക്ക് ബാംഗ്ലൂർ വ്ളോഗ്സ് ആയിരിക്കും ഗായ്സ്. ബിക്കോസ് ഇനി കുറച്ചാൾ ഞാൻ ബാംഗ്ലൂരായിരിക്കും. ഞാനിങ്ങനെ ട്രിപ്പൊക്കെ പോകണമെന്നൊക്കെ സെറ്റാക്കുന്നുണ്ട്. നടക്കുമോ എന്ത് നടക്കും, ഞാൻ ഇപ്രാവശ്യം നടത്തിയിരിക്കും. എൻ്റെ കുറേ കാലത്ത് ആഗ്രഹം, ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ, സോളോ ട്രിപ്പ് എന്ന് ഞാൻ വിചാരിച്ചു. ആരെങ്കിലും വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ട്രിപ്പ് പോകും ഗൈസ്, പോയി കഴിയൂ എനിക്ക്. കാരണം ഞാൻ കുറേ ആയിട്ട് എൻ്റെ മൈൻഡ് നോക്കിയല്ല, ലൈക്ക് എന്നും വീട്ടിൽ, എന്നും കോളേജ്, ഒരു എൻജോയ്മെൻറ്റ് എല്ലാവർക്കും വേണ്ടേ. സോ ഐ തോട്ട് ഒരു ട്രിപ്പൊക്കെ പോകണം. ഇപ്പോൾ ഇല്ല, അറിയില്ല, ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സോ പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കാറില്ലല്ലോ ഒന്നും. സോ എല്ലാം സ്പോണ്ടേനിയസ് പ്ലാൻസ് ആണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ബാക്കി ഞാൻ കിടന്നുറങ്ങുന്നൊന്നും കാണിക്കാനുള്ള ത്രാണി എനിക്കില്ല. സത്യമായിട്ടും എനിക്ക് വയ്യ, നല്ല പോലെ ക്ഷീണമുണ്ട്. കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഞാനിങ്ങനെ ബാക്ക് ടു ബാക്ക് എത്തുന്നത്. സോ ഇനിയും എനിക്ക് ഒരുപാട് പ്രോഗ്രാം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബാക്കി നിങ്ങൾക്ക് ഈ വീഡിയോ എത്തുന്നത് ഈ പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസമായിരിക്കും. ഓക്കെ, അപ്പം ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്.